ഇന്ന് ജൂലൈ 28 വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ. ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധയായി അംഗീകരിക്കപ്പെടാൻ സാധിച്ച ഭാഗ്യവതിയാണ് സിസ്റ്റർ അൽഫോൻസ. ഇന്ത്യ പോലൊരു രാജ്യത്ത് നിന്ന് അസാധാരണ ബുദ്ധിവൈഭവമൊന്നുമില്ലാതെ തന്നെ ഈ സ്ഥാനത്തെത്തുവാൻ അവളെ സഹായിച്ചത് ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലുള്ള ശ്രദ്ധയായിരുന്നു. ഒരു ശിശുവിനെ പോലെ നിർമ്മലയാകാതെ വിശുദ്ധിയുടെ കിരീടം ലഭിക്കുകയില്ലെന്ന് അവൾ നല്ലപോലെ മനസ്സിലാക്കിയിരുന്നു. സഹനത്തെയും വേദനകളെയും തിരസ്കരണങ്ങളെയുമെല്ലാം അവൾ നിഷ്കളങ്കത കൊണ്ട് കീഴടക്കി. സഹനത്തിൻ്റെ അഗ്നിയിൽ അവൾ ശുദ്ധീകരിക്കപ്പെടുകയായിരുന്നു. 1910 ഓഗസ്റ്റ് 19 കേരളത്തിൽ കുടമാളൂരുള്ള മുട്ടത്തുപാടത്ത് വീട്ടിലായിരുന്നു ജനനം. അച്ഛൻ ജോസഫും അമ്മ മേരിയും കൂടി മകൾക്ക് മാമോദീസ സമയത്ത് അന്ന എന്ന പേര് നൽകി. ചെറുപ്പത്തിൽ അന്നക്കുട്ടിയെ ഏറെ സ്വാധീനിച്ചത് ലിസ്യുവിലെ വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ ജീവിതമാണ്. ഒരു കന്യാസ്ത്രീയാകുവാനുള്ള നിശ്ചയം അവൾ നേരത്തെ തന്നെ എടുത്തിരുന്നു. ഇനി ഞാനും അൽഫോൻസാമ്മയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയാം. എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടിലെ സംസാരത്തിനിടയിൽ വെല്ലിച്ചാച്ചൻ വലിയ സ്നേഹത്തോടെ ഈ അന്നക്കുട്ടിയുടെ കഥകളും വിശേഷങ്ങളും എന്നെ പറഞ്ഞു കേൾപ്പിക്കുമായിരുന്നു. അന്നത്തെ കുഞ്ഞി പ്രായത്തിൽ എനിക്കൊന്നു മാത്രമേ മനസ്സിലായുള്ളൂ, ഈ അന്നക്കുട്ടി കുറച്ച് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഒരു വിശുദ്ധയാകുമെന്ന്. ഇപ്പോൾ ഈശോയുടെ അടുക്കലിരുന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അന്നക്കുട്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും ഈ അറിവും വെല്ലിച്ചാച്ചനിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. ഇനി പറയാം ഈ അന്നക്കുട്ടി എൻ്റെ ആരാന്ന്. ഈ അന്നക്കുട്ടി എൻ്റെ വെല്ലിപ്പൻ്റെ പെങ്ങളായിരുന്നു, അതായത് സെക്കൻഡ് കസിൻ. അതുകൊണ്ട് തന്നെ അൽഫോൻസാമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ എപ്പോഴും വെല്ലിപ്പൻ വാചാലനാകുമായിരുന്നു. ചെറുപ്പത്തിൽ ഞാൻ എന്തെങ്കിലും അനുസരണക്കേടോ കുരുത്തക്കേടോ കാട്ടിയാൽ അപ്പോൾ വെല്ലിച്ചാച്ചൻ പറയുമായിരുന്നു, നീ അൽഫോൻസാമ്മയുടെ കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ്, അതുകൊണ്ട് നീയും ഈശോയ്ക്ക് ഇഷ്ടമുള്ള മകളായി വളരണം. അതുകൊണ്ട് പിന്നീടൊക്കെ ഞാനും ഒത്തിരി സ്നേഹത്തോടെ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാറുണ്ട്. ഇന്ന് വളർന്നു വലുതായപ്പോൾ അൽഫോൻസാമ്മയോട് മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ സമ്മാനമായി അമ്മ എനിക്ക് ചെറിയ ചെറിയ സഹനങ്ങളൊക്കെ നൽകാറുണ്ട്. എങ്കിലും ആ സഹനങ്ങളൊക്കെ ഈശോയുടെ സ്നേഹത്തിലേക്ക് എന്നെ കൂടുതൽ വളർത്തിയിട്ടേയുള്ളൂ. ഇനി നമുക്ക് അൽഫോൻസാമ്മയുടെ ജീവിതത്തിലേക്ക് ഒന്നെത്തി നോക്കാം. നമ്മുടെ ഈ അന്നക്കുട്ടിക്ക് അവളുടെ ചെറുപ്രായത്തിൽ തന്നെ അമ്മയെ നഷ്ടമായി. മാതൃ സഹോദരി അന്നമ്മയുടെ സംരക്ഷണയിലാണ് അവൾ പിന്നീട് വളർന്നു വന്നത്. അന്നക്കുട്ടി വളർന്നുകൊണ്ടിരുന്നപ്പോൾ അന്നമ്മ അവളുടെ വിവാഹത്തെപ്പറ്റിയും ആലോചന തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു മനസ്സമ്മതത്തിൽ നിന്ന് രക്ഷപ്പെടാനായി സുന്ദരിയായ അന്നക്കുട്ടി തീയിൽ ചാടി വൈരൂപ്യം സൃഷ്ടിക്കാൻ ഒരു ശ്രമം നടത്തിയതായി പറയപ്പെടുന്നു. തീയിൽ ചാടി പൊള്ളലേറ്റത് യാദൃശ്ചികമായിരുന്നെന്ന ഒരു സംസാരവുമുണ്ട്. ഏതായാലും കാലിൽ പൊള്ളലേറ്റ അന്നക്കുട്ടിക്ക് അതുവഴി പല കാര്യങ്ങൾ സാധിച്ചു കിട്ടി. ഒന്നാമത്, വിവാഹാലോചന മുടങ്ങി. കാലിലെ വ്രണം ഭേദമാകാനെടുത്ത സമയം കൊണ്ട് മഠത്തിൽ ചേരുവാനുള്ള അനുവാദം അവൾ നേടിയെടുത്തു. എങ്കിലും മഠത്തിൽ ചേർക്കുവാൻ കൂടുതൽ പഠനം വേണ്ടി വന്നു. അങ്ങനെ 1928 ഭരണങ്ങാനത്തുള്ള ക്ലാരിസ്റ്റ് കോൺവെൻറ്റിൽ അന്നക്കുട്ടിക്ക് പ്രവേശനം ലഭിച്ചു. അന്നു മുതൽ അന്നക്കുട്ടി അൽഫോൻസയായി. 1928 ഓഗസ്റ്റ് 2 ശിരോവസ്ത്രവും 1930 മെയ് 19 സഭാവസ്ത്രവും സ്വീകരിച്ചു. 1936 ഓഗസ്റ്റ് 12 നിത്യവ്രത വാഗ്ദാനം നടത്തിയത്. പക്ഷേ വിവിധ തരം രോഗങ്ങൾ അൽഫോൻസയെ ആക്രമിക്കാൻ തുടങ്ങി. അതിനു പുറമെ തെറ്റിദ്ധാരണകളും കുറ്റപ്പെടുത്തലുകളും. നിസ്സഹായിയായ അൽഫോൻസ പതുക്കെ പതുക്കെ ജീവിതവുമായി പൊരുത്തപ്പെടുവാനുള്ള യജ്ഞത്തിലായിരുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യായും ചാവറ കുര്യാക്കോസ് അച്ഛനും എപ്പോഴും അവൾക്ക് ആശ്വാസം പകർന്നു. വിശുദ്ധ കുരിശ് ക്ഷമിക്കാനും സഹിക്കാനും എല്ലാം മറന്ന് സ്നേഹിക്കാനുമുള്ള വഴികാട്ടിയായി. അവസാനം അവൾ സഹനത്തെ സ്നേഹിക്കാൻ തുടങ്ങി. കൂടുതൽ സഹനങ്ങൾ ഇരുന്നു വാങ്ങാൻ തുടങ്ങി. അങ്ങനെ ഉലയിൽ കാച്ചിയ കനകം പോലെ അൽഫോൻസ തിളങ്ങാൻ തുടങ്ങി. നൂറുകണക്കിന് ആൾക്കാർ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ച് അൽഫോൻസായുടെ പക്കൽ എത്തിക്കൊണ്ടിരുന്നു.
അവളുടെ ആഗ്രഹം പോലെ പ്രാർത്ഥനകൾക്ക് പ്രത്യുത്തരം ലഭിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് സഹനത്തിലൂടെ പ്രവേശിക്കാൻ ശ്രമിക്കുന്നവർക്ക് അൽഫോൻസാമ എന്നും ഉത്തമ വഴികാട്ടിയാണ്. സഹനങ്ങളെ സ്നേഹത്തിൽ ചാലിച്ച് സന്യാസത്തിൻ്റെ മാറ്റു വർദ്ധിപ്പിച്ച അൽഫോൻസാമ 1946 ജൂലൈ 28 തീവ്രമായ വേദന അനുഭവിച്ചുകൊണ്ട് തന്നെ തൻ്റെ സഹനബലി പൂർത്തിയാക്കി. വിശുദ്ധ പദവിയിലേക്കുള്ള പടവുകൾ ഒന്നൊന്നായി അവൾ വളരെ വേഗം ഓടിക്കയറി. 1953 ഡിസംബർ 2 ദേവദാസിയും 1984 നവംബർ 9 ധന്യയും 1986 ഫെബ്രുവരി 8 വാഴ്ത്തപ്പെട്ടവളുമായ അൽഫോൻസാമയെ 2008 ഒക്ടോബർ 12 പോപ്പ് ബെനഡിക്റ്റ് 16 വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. നമുക്കും വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥ്യം തേടി ഈ പുണ്യദിനത്തിൽ പ്രാർത്ഥിക്കാം.